ഇന്നാളെ മുത്തശ്ശി നേരിട്ട് കണ്ടതാണല്ലോ. രണ്ടാമത് താലി ചാർത്ത വന്നപ്പോ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ. അന്ന് മുത്തശ്ശിയോട് പോലും വരുൺ മോശമായിട്ട് സംസാരിച്ചില്ലേ? ഞാൻ അതങ്ങ് സഹിച്ചു. കാരണം നിനക്ക് വേണ്ടിയല്ലേ. മുത്തശ്ശി ഒരു കാര്യം ചെയ്യാം. മുത്തശ്ശി നാളെ ഒരാളെ കാണാം. തൽക്കാലം അയാൾക്ക് ചെയ്തു തരാവുന്ന പരിഹാരങ്ങളെ നിനക്കിപ്പോ ഉള്ളൂ. മുത്തശ്ശി എടി, ആറ്റുവാശ്ശേരിയിൽ നിന്ന് നിന്നെ കണിമംഗലത്തേക്ക് അയച്ചത് ഞാനാ. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചതാ, കണിമംഗലത്തൊരു മഹാറാണിയുണ്ടെങ്കിൽ അത് നീ തന്നെയാണ്. നീ വരുണിന്റെ കൂടെ ജീവിക്കും, അവന്റെ കുഞ്ഞിനെ പ്രസവിക്കും. ആ കുഞ്ഞിന്റെ പേരിൽ കണിമംഗലം മുഴുവനായി എഴുതി കിട്ടുമ്പോ മുത്തശ്ശി ചിന്തിക്കുന്നത് പോലെ നീ മഹാറാണി തന്നെയാ. വരുൺ എന്നോടൊരു ചെറിയ ഇഷ്ടം തോന്നിയാൽ മതി, പിന്നെ ആ മനസ്സിലേക്ക് എങ്ങനെ പിടിച്ചു കയറണമെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്യാനുള്ളതൊന്ന് ചെയ്ത് തീർക്കട്ടെ മോളെ. പിന്നെ ചെറിയ ഇഷ്ടമല്ല, അവൻ നിന്റെ പുറകിൽ നിന്ന് മാറില്ല. മോള് ഫോൺ വെച്ചോ. വെച്ചോടി. അവരാണോ എൻ്റെ അമ്മ? അങ്ങനെയാണെങ്കിൽ അവരുടെ മുന്നിൽ ഞാൻ നിന്നപ്പോ എനിക്കെന്താ അങ്ങനെയൊന്നും തോന്നാതിരുന്നത്? ഒരിക്കലും അതാവില്ല. പിന്നെ എങ്ങനെയാ എല്ലാം കൃത്യമായിട്ട് അവർ പറയുന്നത്? എൻ്റെ കൃഷ്ണ, ഇത്രയുള്ള എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയായി നടക്കുന്നത്? ഇങ്ങനെയാണോ അമ്മ? അമ്മയെ കണ്ടാല് എങ്ങനെയാണോ തോന്നുക? മോളെപ്പോഴും പറയില്ലേ, ഞാൻ മോളെ ചേർത്ത് പിടിക്കുമ്പോ അമ്മയെ പോലെ തോന്നുമെന്ന്. വീട്ടിൽ ചെല്ലുമ്പോ അമ്മയോട് അത് പറയാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നെ അമ്മയെന്നൊന്ന് വിളിക്കാമോ? ഞാൻ പറഞ്ഞില്ലേ, സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്ന കാലത്തുനിന്ന് ഇപ്പൊ വല്ലാത്തൊരു മാറ്റം വന്നു. മുമ്പ് എൻ്റെ മനസ്സിൽ മുള്ളുകൾ മാത്രമായിരുന്നു, കുറെ കരിഞ്ഞുണങ്ങിയ പാടുകളും. ഇപ്പൊ അതല്ല, പൂക്കളുണ്ട്, പൂത്തുമ്പിയുണ്ട്. ഒന്ന് വിളിക്കാമോ നീ എന്നെ? അമ്മേ, ഫിദ മാഡത്തിൻ്റെ അടുത്ത് വരുമ്പോൾ, ഫിദ മാഡം എന്നെ തൊടുമ്പോൾ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന പോലെ അങ്ങനെയല്ലേ വേണ്ടത്? വേണ്ട, എനിക്ക് അമ്മയുടെ സ്ഥാനത്ത് ആരും വേണ്ട. ഒരു കണക്കം പറഞ്ഞ് എന്നെ ആരും അന്വേഷിച്ചു വരണ്ട. എന്നെ വളർത്തിയത് യശോദ അമ്മയാ. ആ അമ്മ മാത്രമേ എനിക്കുള്ളൂ. മോളെ, എന്ത് പറ്റി മോളെ? ഒന്നുമില്ല. കള്ളം പറയണ്ട. എന്താ പ്രശ്നമെന്ന് എന്നോട് പറ. ഒന്നുമില്ലമ്മേ, ചെറിയൊരു തലവേദന പോലെ തോന്നി, അതാ ഞാനിങ്ങ് മാറിയ. പനിക്കുന്നതൊന്നുമില്ലല്ലോ. നേരത്തെ പോണോ മൂക്ക്? മാഡത്തിന് പ്രശ്നമില്ലെങ്കിൽ
എനിക്ക് മോളുടെ പ്രശ്നം കഴിഞ്ഞേ എന്തോ ഉള്ളൂ. വീട്ടിലേക്ക് പൊയ്ക്കോളൂ. മോളെ, മനസ്സിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി പറയാതിരിക്കുന്നതാണോ? ഇല്ല മാഡം. കണ്ട അന്ന് മുതല് നീ എന്റെ സ്വന്തം മോളാണ്. മോൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഞാൻ ഇറങ്ങും. എനിക്കറിയാം മാഡം. അമ്മയായിട്ട് തന്നെയാ ഞാൻ കാണുന്നത്. പിന്നെ എന്താ എന്റെ കുട്ടിയുടെ സങ്കടം? ഒന്നുമില്ല. പ്രതീക്ഷിക്കാതെ പലതും എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ തേടി വരുമ്പോ ഒരു ഭയം പോലെ. എന്തിനെ കുറിച്ചാ ഈ പറയുന്നേ? ഒന്നുമില്ല മാഡം. കണിമംഗലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോയപ്പോ പറഞ്ഞു പോയതാ. ഞാനിന്ന് ഇറങ്ങാം. മോളെ, ഇനി മോള് നടന്നു പോവാൻ നിൽക്കണ്ട. ഡ്രൈവറെ കൊണ്ടുപോയി വിടും. അതൊന്നും വേണ്ട മാഡം. അമ്മയുടെ വണ്ടി മകളുടെയും കൂടെയാ. അപ്പോ അവകാശമാണ്, കേട്ടല്ലോ. ഹലോ മോളെ. അമ്മേ, സുഖല്ലേ? കൊള്ളാലോ. എവിടെയോ ദൂരെ ദിക്കിലേക്ക് പോയ പോലെയാ ചോദിക്കുന്നത്. സുഖം തന്നെയാ. എനിക്ക് പെട്ടെന്ന് നമ്മുടെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. അമ്മയ്ക്ക് ചെറിയ പരിഭവം ഉണ്ട് കേട്ടോ. അമ്മ, ഞാൻ അങ്ങോട്ടേക്ക് പോരാൻ നിന്നതാ. അപ്പോഴല്ല ഏട്ടന്റെ ചികിത്സയുടെ കാര്യമൊക്കെ വന്നത്. അച്ഛനും അമ്മയും കൂടി സമ്മതിച്ചിട്ടല്ല ഞാനിവിടെ നിന്നത്. ഏട്ടന് സുഖമായ ഞാൻ ഓടി അങ്ങ് എത്തുമല്ലോ. അമ്മ വെറുതെ പറയുന്നതാ മോളെ. നീ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് നന്നായി അറിയുന്നുണ്ട്. ഇവിടെ ഒരു ഒച്ചയും ഇല്ല, അനക്കവും ഇല്ല. ഇപ്പൊ എവിടെയാ നീ? ഞാൻ മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് കണിമംഗലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബസ്സിലാണോ? അല്ല, ഫിദ മാഡത്തിന്റെ കാറിലാ. ആ, കാറൊക്കെ വിട്ടുതരുമോ നിനക്ക്? പിന്നെ എന്നും കാറിൽ പറഞ്ഞയക്കാന്നൊക്കെ പറയും. പക്ഷെ ഞാനങ്ങനെ കയറാറൊന്നുമില്ല. ഇന്നൊരു ചെറിയ തലവേദന തോന്നിയതുകൊണ്ട് ഞാനിങ്ങി പോകുന്നു. എന്നിട്ട് തലവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മയോട് സംസാരിച്ചല്ലോ, അപ്പൊ കുറഞ്ഞു. ആ പിന്നെ അമ്മ, ഏട്ടന്റെ പേരിൽ കുറെ വഴിപാടുകൾ നടത്താനുണ്ട്. നാളെ ഞാൻ അമ്പലത്തിൽ വരും. അമ്മ ഉണ്ടാവോ അവിടെ? അതിനെന്താ, നീ വരുന്നു പറഞ്ഞ പിന്നെ ഞാൻ അവിടെ ഉണ്ടാവില്ലേ? ശരി അമ്മേ, നാളെ കാണാം. നന്നായി നാളെ വരാന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഞാൻ നേരെ കണിമംഗലത്തേക്ക് വന്നേന്. അത് വെറുതെ. സത്യമായിട്ടും പറ്റണില്ല കുട്ടി, നീ ഇല്ലാണ്ട്. അയ്യോ, നീ ഫോൺ വെച്ച മോളെ. അടുപ്പത്തിരുന്ന് പാല് തിളച്ചു. എന്താടി ഇത്? അത് പാല് തിളപ്പിക്കാൻ വെച്ചപ്പോ രാധിക മോളുടെ ഫോൺ വന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. അവളോട് സംസാരിച്ചപ്പോ ഉണ്ടായിരുന്ന പാല് തിളച്ചു തൂവി. കണിമംഗലത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഇതുപോലെ തിളച്ചു തൂവി ഇല്ലാതാവാൻ പോവുക നിന്റെ മോളുടെ ജീവിതം. പ്രിയങ്കയുടേത്. വിളിച്ച് കൊഞ്ചിക്കുമ്പോ മോളോടൊന്ന് പറഞ്ഞേരെ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ടെന്നും അനുജിത്തിയുടെ ജീവിതത്തിന് ഭീഷണിയാവണ്ടെന്നും. മനസ്സിലായോടി?
തന്റെ ഞെട്ടല് കണ്ടാ തോന്നുമല്ലോ ഏതോ കൊടുങ്കാട്ടിൽ അകപ്പെട്ട് സിംഹമോ പുലിയോ വന്ന് മുന്നിൽ ചാടിയതാണെന്ന്. പിന്നെ പേടിപ്പിച്ച പേടിക്കല്ലേ? ആ അതെ, തന്റെ മരുന്ന് ഏറ്റു കേട്ടോ. എന്റെ പനിയൊക്കെ മാറി. അത് മാറുന്ന എനിക്കറിയായിരുന്നു. അതുകൊണ്ട് മാത്രമൊന്നുമല്ല മാറിയത്, താൻ കൈപിടിച്ചടുത്തിരുന്നോണ്ടാ. എനിക്കകത്ത് ഒരുപാട് ജോലിയുണ്ട്. വന്നേ, ഇങ്ങോട്ട് പോരാ. അതെ, ജോലി തനിക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാമല്ലോ. തന്നെ എനിക്ക് ഇപ്പോഴല്ലേ കിട്ടിയത്. കുറച്ചു നേരം സംസാരിച്ചിട്ട് പോയാൽ മതി. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് സംസാരിക്കാതിരിക്കാൻ തോന്നുന്ന സമയം വരെ എന്റെ മുന്നിൽ നിൽക്കണം, സംസാരിക്കണം. എന്നെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കാമോ? സ്വന്തം മാനസികാവസ്ഥ മാത്രം ചിന്തിക്കരുത്, മറ്റുള്ളവർക്കുണ്ട് ഇതൊക്കെ. എടോ, ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്താ പറ്റിയേ? എന്നോട് വല്ല ദേഷ്യമുണ്ടോ തനിക്ക്? എനിക്ക് ആരോടും ദേഷ്യപ്പെടാൻ അറിയില്ല. അത് ഇനി എന്റെ കുഴപ്പം. ഏയ് ഏയ് കാര്യങ്ങൾ കുറച്ച് ഗൗരവമാണല്ലോ. ഒരാളെ അബദ്ധത്തിൽ താലി ചാർത്തുക, മറ്റൊരാളുമായി ജീവിക്കേണ്ടി വരിക. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് താലി കെട്ടിയ പെണ്ണിനോടാണ് അവൻ യഥാർത്ഥ സ്നേഹം. അതെ. പക്ഷെ ആ ഇഷ്ടത്തിൽ നിന്ന് അവനെ മാറ്റണം. ആ. കൂടെ ജീവിക്കുന്ന പ്രിയങ്ക എന്ന പേരക്കുട്ടിയോട് അവൻ ഇഷ്ടം തോന്നണം. മനുഷ്യരുടെ മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ്, ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കും. പിടിച്ചു നിർത്താൻ എളുപ്പമല്ല. വഴിയുണ്ടാക്കാം. ഇത് മന്ത്രജപം കൊണ്ട് ശക്തിയാർജിച്ച കുങ്കുമമാണ്. അയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി അതിരാവിലെ കുളിച്ച് ശുദ്ധം ചെയ്ത് അവൾ അയാളുടെ നെറ്റിയിൽ ചാർത്തിക്കൊടുക്കണം. എന്നിട്ടിത് അവൾ സ്വന്തം നെറ്റിയിലും ചാർത്തണം. ഇതിന്റെ ഫലസിദ്ധി അനുസരിച്ച് അവൻ അന്നത്തെ ദിവസം ആ പെൺകുട്ടിയുടെ അടുത്തു നിന്നും മാറാനേ തോന്നില്ല. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ നടക്കാനുള്ള സകല സംയോഗങ്ങളും അവർ തമ്മിൽ നടക്കും. മറ്റെല്ലാം മറന്ന് ഈ കുറിയണിയുന്നവർ തമ്മിൽ അടുത്തിരിക്കും. ഉറപ്പല്ലേ തിരുമേനി? മന്ത്രങ്ങൾക്ക് പിഴവില്ല, ശക്തിയെക്കുറിച്ച് ചോദ്യങ്ങളുമില്ല. ഒരു കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു, ഒന്നിച്ച് ജീവിക്കേണ്ടവർ അവരാരാണോ അവർ രണ്ടുപേരും നെറ്റിയിൽ ഈ കുറി അണിയുക. ഒരേ ദിവസം ഒരേ സമയം തന്നെ അത് നടക്കണം. ഫലം കണ്ടതിന് ശേഷം നമ്മെ വന്ന് കണ്ട് വിവരം അറിയിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നാം അപ്പൊ പറഞ്ഞു തരാം. മതി തിരുമേനി. പരമസ്വാധികനായ ദേവനാരായണൻ തിരുമേനിയുടെ അമ്മ എന്നെ തേടി വരുന്നത് തന്നെ വിചിന്തമാണ്. കൂടെ ഒരു പ്രതിഫലത്തിന്റെ ആവശ്യമുണ്ടോ? ദേവനാരായണന്റെ പ്രാർത്ഥനയില് ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി.
അതുകൊണ്ടാണല്ലോ ഞാൻ തിരുമേനിയെ തേടി വന്നത്. തിരുമേനി എല്ലാം ഒന്ന് ഗൗരവത്തിലെടുക്കണം. ആയിക്കോട്ടെ, എങ്കിലെഴുന്നേറ്റു. മോളെ പ്രിയങ്കേ, നീ ഇപ്പൊ വീട്ടിലുണ്ടല്ലോ അല്ലേ? മുത്തശ്ശി ഇപ്പൊ ആ മാർക്കറ്റ് റോഡിന്റെ അടുത്തേക്ക് വരാം. മോള് മുത്തശ്ശിയുടെ അടുത്തേക്കൊന്നും വരുമോ? അതൊക്കെ വന്നിട്ട് പറയാം. ഇത് കൃത്യമായിട്ട് നടന്നാൽ നിന്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നീ വേഗം വരണേ. മോളെ, എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല, കുറെ നാള് കൂടി അമ്മയെ കണ്ടതല്ലേ. നന്നായി. ഇതെങ്ങനെയാ എന്റെ കുട്ടി അവിടെ പിടിച്ചു നിൽക്കുന്നേ? അതാ അമ്മയ്ക്ക് മനസ്സിലാവാത്ത. അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോ എന്തൊരു സമാധാനം എന്നറിയോ എനിക്ക്. 100 പ്രശ്നങ്ങൾ മനസ്സിലുണ്ടായാലും അമ്മയെ കാണുമ്പോൾ അതൊക്കെ ഓടി ഒളിക്കും. സന്തോഷം മാത്രം മനസ്സിൽ നിറച്ചു തരും. ഇനി എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. 1-2 ദിവസം കൂടുമ്പോ ഞാൻ അങ്ങ് വന്ന് എന്റെ മോളെ കണ്ടോളാം. അല്ലെങ്കിൽ വല്ലാതെ വാടിപ്പോവും എന്റെ കുട്ടി. അമ്മ, പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടു. കുറച്ച് ദിവസമായിട്ട് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ഭഗവാൻ കൃഷ്ണന്റെ കുഴൽനാദം കേട്ട് പുറകെ പോകുന്ന സ്വപ്നമാണോ? അല്ലമ്മേ, എന്നെ ആരോ തേടി വരുന്നു, അവകാശങ്ങൾ പറയുന്നു, എന്നെ പ്രസവിച്ചതാണ്, കൂടെ ചെല്ലണമെന്നൊക്കെ പറയുന്നു. മോളെ, അമ്മ, അങ്ങനെ ആരെങ്കിലും വന്നാ അമ്മ എന്നെ വിട്ടുകൊടുക്കോ? പറയ, വിട്ടുകൊടുക്കോ അമ്മേ?